ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയൽ കറിയാണ്. അവിയൽ കറി എന്ന് പറയുമ്പോൾ എല്ലാ സദ്യക്കും, അതായത് പ്രത്യേക ഓണത്തിന്, നമ്മുടെ കല്യാണ സദ്യകൾക്ക് എല്ലാത്തിലും മുൻഗണനയായി നിൽക്കുന്നതാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിയലിന് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തന്നാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് കുമ്പളങ്ങ ഒരു പീസ്, ചേന, കായ്, നന്ത്രക്കായാണ്, ക്യാരറ്റ്, പച്ചപ്പയറ്, ബീൻസ്, കൊത്തവര, മുരിങ്ങക്കായ്, തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞപ്പൊടി, തൈര്, കറുവപ്പല. ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ഞാൻ അവിയൽ കറി തയ്യാറാക്കാൻ പോണത്. പക്ഷെ അവിയൽ കറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ഞാനൊരു വേറെ വെറൈറ്റിയിലാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല, വേറെ വെളിനാട്ടിലൊക്കെ പോയിട്ട് കഴിച്ചു നോക്കിയപ്പോൾ ആ ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് കായ മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് നമുക്ക് കഴുകി എടുക്കാൻ പറ്റും. ഇതിൽ ഇത്തിരി കറി ഉണ്ടാവും, അപ്പൊ അത് നീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഈ കായ ഒന്ന് മുറിച്ചത് കാണിക്കണം. നോക്കിക്കോളൂ, ഈ കായന്റെ വന്നിട്ട് ഇതിന്റെ തൊലി കളയാൻ പാടില്ല, തൊലിയോടെ ഇടണം. ഈ രണ്ട് സൈഡ് മാത്രം കളഞ്ഞാൽ മതി. ഇങ്ങനെ ഈ കായ് വന്നിട്ട് 3 എണ്ണത്തിൽ ഇങ്ങനെ ആക്കണം, അത്രയേ ഉള്ളൂ. ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുക്കണം. കുമ്പളങ്ങ, നമ്മുടെ ക്യാരറ്റ്, എല്ലാ സാധനങ്ങളും ഇതേ അളവിൽ മുറിക്കണം. എന്നാലേ നമ്മൾക്ക് നമ്മുടെ അവിയൽ കറിന്റെ ഒരു പരിഭവമുള്ളൂ. ഈ കറ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ടോളൂ, എന്താ വെച്ചാൽ കറ നന്നായി പോയി കിട്ടും. നമ്മൾക്ക് ഇത് ഇട്ട് വെച്ച് മറ്റേ കഷ്ണങ്ങൾ മുറിക്കുമ്പോഴേക്കും ഇതിന്റെ കറയൊക്കെ ഒന്ന് ഇളകി കിട്ടും. അപ്പൊ ഇത് നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇതേ ലെവലിൽ മുറിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ മുറിച്ചു കഴിഞ്ഞു. നമുക്കൊക്കെ ഒന്ന് വൃത്തിയായി കഴുകണം. അപ്പൊ നമുക്ക് കഴുകാം. അപ്പൊ നമ്മുടെ അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പോൾ ഒന്ന് പാന് വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതിലേക്കൊന്ന് കൊട്ടിക്കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, ഈ ആവിയിൽ തന്നെ ഇത് വേവും. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പൊ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവട്ടെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാനിപ്പോൾ ഇതിൽ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഈ കറുപ്പൊന്നും പ്രശ്നമല്ല, കറുപ്പൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കുമ്പോൾ. ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞെട്ടി കളഞ്ഞതാണ്. നോക്കിക്കോളൂ, ഒരു 3-4 എരിവ് അനുസരിച്ചിട്ട് ഇട്ടോളൂ. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് ഒരു 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ഇട്ടോളൂ. ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇളക്കി വിടാം. വെള്ളം ഇതിൽ തന്നെ ആവണതാണ്. നമ്മളെ കഴുകിയൊക്കെ വാരി വെച്ചതാണല്ലോ, വെള്ളം ഒഴിക്കാൻ പാടില്ല. നമുക്ക് ഒന്നും കൂടെ മൂടി വയ്ക്കാം. ഒന്നും കൂടെ നന്നായി വേവട്ടെ. അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടില്ലേ, വേകണേ ഉള്ളൂ. നമുക്ക് ഇതിലിപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് തുറന്ന് ഇളക്കി. ഉപ്പും ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതിലിപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം വെള്ളമില്ലല്ലോ. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതാ തൈര്, നല്ല പുളിയുള്ള തൈരാണ്. ഞാനിതാ ഈ തവിക്ക് 3 തവി ഒഴിക്കുന്നുണ്ട്. നോക്കിക്കോളൂ. നമ്മുടെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ തന്നെ. എല്ലാം കൂടെ ഒന്ന് നന്നപോലെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഇത് അരവൊക്കെ ഒഴിച്ച് തൈര് ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ആവട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നോക്കോളൂ. ഇത്രയും കൂടി ഒന്ന് വെള്ളം ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് വെക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയായി ഇതാ നോക്കോളൂ. കറി അടിപൊളി കറിയായില്ലേ. ഇനി നമുക്ക് കറിവേപ്പിലയൊന്ന് തൂവി കൊടുക്കാം. കറിവേപ്പില പറയുമ്പോൾ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ പച്ച വെളിച്ചെണ്ണയാണ്. നമ്മൾക്ക് ഒരു കവി, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ. ഇതാ നോക്കിക്കോളൂ. ഇതിലിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത്ര നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കാം. തൂവി കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ ഇതേപോലെ ഒരു അവിയൽ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. പാലക്കാട് അവിയൽ വേണ്ടിയിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ അവിയലാണല്ലോ. ഇത് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ളത്, അതായത് നമ്മുടെ വെളിയിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു അവിയൽ ഉണ്ടാക്കിയതാണ്. ഇത് ഓണമൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾക്ക് ഇതിനെ തിരിച്ചിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അയച്ചു വിടുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇതിനേക്കാളും കിടിലമായിട്ടുള്ള വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.